ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ ഫുൾ ലെങ്ത് വീഡിയോ ഒക്കെ ഇപ്പം കാണാറില്ലല്ലോ, ഇതെവിടെയാണ്, അത് യൂട്യൂബ് നിർത്തിയിട്ട് പോയോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും വിചാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെന്ന്. അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് എന്നെ മിസ്സാകുന്നവർ ഉണ്ടെങ്കിലോ. ചിലർ നേരിട്ട് കാണുമ്പോൾ എന്നോട് ചോദിക്കുക, എന്താ ഇപ്പം വീഡിയോസ് ഒന്നും ഇടാറില്ലേ? ആക്ച്വലി വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്ത് അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ആ ഒരു മെനക്കെടാനുള്ള മനസ്സ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ടൈം കിട്ടുന്നില്ല. അതാണ് ഫാക്റ്റ്. എനിവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നടക്കാൻ പോവാണ്. ഈ ആൽക്കെമിസ്റ്റിൻ്റെ ബുക്കിനകത്തുള്ള ഒരു ഫേമസ് ഒരു കോട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഫ്രം ആ ബോട്ടം ഓഫ് ഹാർട്ടാണ് ആ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രകൃതി അനുകൂലമായി, അതായത് എല്ലാ ഫാക്ട്സും അനുകൂലമാക്കിയിട്ട് അതൊരു സുപ്രഭാതം ഒരു സമയത്ത് നടന്നിരിക്കും. അതിന് പ്രകൃതി തന്നെ എല്ലാ ടൈമിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിച്ചു തരും. അങ്ങനെ കഴിഞ്ഞ എത്ര വർഷം, 2009 2010 തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും അത് നടക്കുന്ന പോലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ എൻ്റെ വളരെ അതിയായ ആയിരുന്നു. അത് November 21, 2024, അതായത് ഇന്ന് നടക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞാൻ എന്താ പറയുക, ഒരു വീഡിയോ ഇനി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൂടി ഇന്നത്തെ ഈ ദിവസത്തെ വീഡിയോ ഞാൻ കൺഫേം എടുക്കും, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളത് ഞാൻ ഇങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു കാര്യമായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡോക്യുമെൻറ്റേഷൻ, റൈറ്റ്? അതായത് നാളെ നമുക്ക് പ്രായമൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് തിരിച്ച് നോക്കുമ്പോൾ മെമ്മറീസ് നെവർ ഡൈസ് എന്നാണ്. എന്നാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പഴയതൊക്കെ ഒന്നുകൂടി കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സമയം മെനക്കെടുത്തുന്നില്ല, സമയം ഒരുപാട് വലിച്ചു നീട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എനിക്ക് റെഡി ആവണം. സോ റെഡി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റണം. കുറച്ച് അവിടെ നിന്ന് ഇവിടെയൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കും, കൺഫേം എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. സോ ഞാൻ റെഡി ആയിട്ട് പോകെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് ഈ ബ്യൂട്ടിഫുൾ സാരി? സോ ഞാൻ ഇത് ഉടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. മാല, കുപ്പിവള, പിന്നെ ഇടയ്ക്കൊരു ജിൽ നിൽക്കുന്ന ഒരു വള. എനിക്കൊന്ന് ഇതിനോട് മാച്ചാകും എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് ഇത് ഉടുക്കുന്നത്. അപ്പോൾ ഒരുങ്ങിയിട്ട് വരാം. ചാ. എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് മുടി ചീവാനുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. ബിക്കോസ് മുടി ഇങ്ങനെ ചീപ്പും മുടിയും കൂടെ അടുത്ത് വരുമ്പം തന്നെ എൻ്റെ മുടി കൊഴിഞ്ഞ് ചീപ്പായിരിക്കും. ആ പരുവായിരുന്നു. മുടിയുടെ കോലം കെട്ട് എണ്ണയും വെക്കുന്നുണ്ട്, എന്നാൽ മുടി വളരുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളർച്ചില്ലായ്മയൊന്നുമില്ല, വളരുന്നൊക്കെ ഉണ്ട്, പക്ഷേ മുടി കൊഴിച്ചില്ല, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനിപ്പം സ്ഥിരം ഉപയോഗിക്കുന്നത് ഒരു സെറമുണ്ട്, ഹെയർ ഗ്രോ എന്ന് പറയുന്നത്. കുറേ എന്താ പറയുക റെമഡീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ അതൊക്കെ ഓക്കെ ആയിരുന്നു. അതൊക്കെയാണ് മുടീനെ കുറച്ചെങ്കിലും തലയൊട്ടി പിടിച്ച് നിർത്താൻ സഹായിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഇതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കൺസൾട്ട് ചെയ്യുക ഡോക്ടറെ. എന്നിട്ട് ഡോക്ടർ പറയുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുക, മുടീനെ പിടിച്ച് നിർത്തുക. അതർവൈസ് മുടി മുഴുവൻ കൊഴിഞ്ഞ് ഒരു പരുവാവും. ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ. ഇതിപ്പോൾ ഹെയർ ഗ്രോ എന്ന് പറഞ്ഞിട്ടൊരു സെറമാണ്. അത് ഞാനിങ്ങനെ രാവിലെയും രാത്രിയിലും ഒക്കെ ഡേ ടു ഡേ അങ്ങനെ എന്താ പറയുക, നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ, മുടിയിലല്ല സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് മുടി ചീവുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. മുടി കൊഴിച്ചിലിന് എന്ത് മാറ്റം ഉണ്ടെന്നറിയാമോ? അത് മാത്രമല്ല, മുടി നല്ല സിൽക്കി സോഫ്റ്റി ഷൈനായിട്ട് അങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. നമുക്കങ്ങനെ മുടി ഒരു അയ്യോ കച്ചട എന്നുള്ളൊരു ലെവലിലേക്ക് മുടിയുടെ ആ ഒരു പോക്കിനെ തടയാൻ സാധിക്കും. പിന്നെ ചീകുമ്പോൾ തന്നെ ഒതുങ്ങിയിരിക്കും. മുടി ചീകുമ്പോൾ അല്ല, മുടി എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ മുടി കൂടെ
ഓതുമ്പം തന്നെ ഒരു കെട്ടുമുടി കയ്യിരിക്കും. പക്ഷെ ഭാഗ്യം ഇപ്പോൾ ആ പരിപാടിയില്ല. അപ്പോൾ എനിക്ക് ഒരുങ്ങാനും പിടിക്കാനും മുടിയൊന്ന് എന്തെങ്കിലുമൊക്കെ ആക്കാൻ, അതായത് പുതിയ ഒരു ഹെയർ സ്റ്റൈലൊക്കെ നോക്കണമെങ്കിൽ, ഹെയർ സ്റ്റൈൽ മീൻസ് ഇപ്പം ഓഫീസിൽ പോകുമ്പോൾ പോണിറ്റെയിൽ അല്ലെങ്കിൽ ബണ്ണ് കെട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ മുടിയൊന്ന് നല്ല വൃത്തിക്ക് ഇരിക്കാനൊക്കെ ഇപ്പോൾ ഈ ഹെയർ സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുടിയുടെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി എൻ്റെ ഒരുങ്ങുന്ന പരിപാടിയിലോട്ട് കടങ്ങുന്നത്. ഒരുങ്ങുന്ന പരിപാടി എന്ന് പറയുമ്പോൾ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഞാൻ എന്താ പറയുക എപ്പോഴേ ഉപേക്ഷിച്ച്. ബിക്കോസ് എൻ്റെ സ്കിന്ന് ഈ മേക്കപ്പിന് വിരുദ്ധമാണ്. പണ്ടൊക്കെ ഒരുപാട് ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഒരു സമയം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാറ്റമൊന്നുമില്ല, സ്റ്റിൽ ഗോയിങ് ട്രീറ്റ്മെൻറ്റാണ്, അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് വെറുതെ ഒരു പൗഡർ ഇട്ട് പിന്നെ ഡോക്ടർ തന്നെ തന്ന ക്രീമുകളൊക്കെ ഇട്ട് ആണ് ഞാൻ ഒരുങ്ങിപ്പിടിച്ച് ഇപ്പോൾ എവിടെയും പോകുന്നത്. ആകെ കൺമഷിയും പിന്നെ ഐബ്രോ, ലിപ്സ്റ്റിക്ക്, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടോ, ചീകുമ്പോൾ എൻ്റെ മുടി കണ്ടോ, ഒരു മുടി പോലും പൊഴിയുന്നില്ല. അല്ലെങ്കിൽ മറ്റേതൊക്കെ ആണെങ്കിൽ ചീപ്പ് കാണാൻ പറ്റത്തില്ല, അത്രയും മുടിയായിരുന്നു. ഇപ്പോൾ കണ്ടോ, TV കഴിഞ്ഞ് കണ്ടോ, സെറത്തിൻ്റെ ആ നല്ല മണവും പിന്നെ മുടി നല്ല ബ്ലാക്ക് ബ്ല എന്ന് പറഞ്ഞിരിക്കും. മീൻസ് നല്ല ഷൈനി സിൽക്കി സോഫ്റ്റി സാധനം. അവൻ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ബാക്കി ഒരുങ്ങിയിട്ട് കാണാം. നമ്മൾ വീട് അടച്ചിട്ട് 3 പേരും പോവാണ് നമ്മൾ മനസ്സിലാക്കി. ചുറ്റും വട്ടം കറങ്ങുകയാണ്, അങ്ങോട്ടും വിടുന്നില്ല ഇങ്ങോട്ടും വിടുന്നില്ല. ഐസ്ക്രീം തരാം, അത് തരാം, ഇത് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലാണ് ആശാനെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. മിറർ വഴി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു മാല ഞാൻ ഉപേക്ഷിച്ച്. പിന്നെ റാപ്പിഡോ വന്ന് ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ ആ എക്സൈറ്റഡ് ഹാപ്പിനെസ് എനിക്ക് ഇന്നത്തെ ദിവസം കൊണ്ടുതരുന്ന ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ പോവാണ്. മമ്മി ഉടുത്തിരിക്കുന്ന സാരി എന്തേ കാണുന്നില്ലല്ലോ, അതോ ഈ സാരി വന്നിട്ട് 15 വർഷമായിട്ട് മമ്മി പാത്ത് വെച്ച സാരിയാണ്. 15 വർഷമായിട്ട് മമ്മി സൂക്ഷിച്ചു വെക്കുന്ന സാരിയാണ് ഇത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എന്നെ എക്സൈറ്റഡ് ആക്കുന്ന ഹാപ്പിനെസ് കൊണ്ടുതന്ന സ്പോട്ട്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് സംഭവം മനസ്സിലായി കാണും ഇതെവിടെയാണെന്നുള്ളത്. ട്രിവാൻഡ്രം അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം കവടിയാർ പാലസ്. 2009 തൊട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സ്പോട്ടാണിത്. കവടിയാർ പാലസിൻ്റെ അകത്തോട്ട് നമ്മൾ പോവാണ്. എൻ്റെ സംസാരത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, എനിക്ക് എന്താ എക്സൈറ്റ്മെൻറ്റ് കൂടി ഞാൻ മിക്കവാറും ഹാർട്ട് അറ്റാക്ക് വരുമോ എന്ന് വരെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം അത്രയും ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ടാണ് ഈ പോയത്. ചിത്തിര തിരുനാൾ മഹാരാജാവ് താമസിച്ച സ്ഥലം, പൊന്നു തമ്പുരാൻ താമസിച്ച സ്ഥലം. നമ്മൾ ഇപ്പോഴത്തെ പ്രിൻസസ് ഓഫ് ട്രാവൻകൂറിനെ കാണാൻ പോവാണ്. ഞാനിങ്ങനെ എക്സൈറ്റഡ്. ഇത് അമ്മ മഹാറാണിയാണ് കേട്ടോ, അമ്മ മഹാറാണി. ചരിത്രം ഒരുപാട് കഥകൾ പറയുന്ന കവടിയാർ കൊട്ടാരത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് മഹാത്മാരൊക്കെ വന്ന് ഇരുന്ന സ്ഥലമാണ് ഇത്. ഒരുപാട് ചരിത്രം പറയുന്ന തിരുവിതാംകൂർ രാജകുടുംബാംഗവും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരിയായ ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭാഗിനിയുമാണ് ഈ ഇരിക്കുന്ന അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. സത്യം പറഞ്ഞാൽ ഈ തമ്പുരാട്ടിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനും എന്നെ പറയുന്ന ഇതിനൊക്കെ നമുക്ക് വാക്കുകളില്ല. കാരണം ഇത് ചരിത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കാണുകയാണ് ഈ ലെഗസീനെയൊക്കെ നമ്മൾ നേരിട്ട് കാണുക എന്നൊക്കെ പറയത്തില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അവിടുന്ന് ആ വായിൽ നിന്നും തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ പറ്റുക, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ പറ്റുക, പൊന്നു തമ്പുരാനെക്കുറിച്ച് അറിയാൻ പറ്റുക, തിരുവിതാംകൂറിനെ കുറിച്ച് അറിയാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഈ തമ്പുരാട്ടി എന്ന് പറയുന്നത് എന്നെ പറയുന്ന എത്ര ഹമ്പിളാണെന്നറിയാമോ? ഒരു ഭയങ്കര ഹമ്പിളാണ്. A to Z നിരത്തി വിരിച്ചിരിക്കുന്ന കാർപ്പറ്റിനെ കുറിച്ചും ഇവിടെ ഇരിക്കുന്ന ഓരോരോ വസ്തുക്കളെക്കുറിച്ചും അവരെത്ര ഹമ്പിളായിട്ടാണെന്നറിയോ സംസാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഏതോ ഒരു ഡിവൈൻ ഫീലിംഗ് ആണ് ആ തമ്പുരാട്ടിയുടെ ആ ഇരിപ്പും ഹംബിൾനെസ്സും. ഏതോ ഒരു ഡിവൈൻ ഫീലിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ തന്നെ കുറച്ച് നേരം മറക്കുന്ന ഒരവസ്ഥ. അതാണ് ശരിക്കും എന്താ പറയുക, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ സംസാരം എന്ന് പറയുന്നത്.
എത്ര ഹമ്പിളാണ്, എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, ആരാണ് അവർ, എന്താ പറയുക, സൗഭാഗ്യവതിയാണ്. എന്നിട്ടും ആ സൗഭാഗ്യത്തിൽ അമിതമായിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് അതിൻ്റെ ഒരു അഹങ്കാരമോ ഒന്നുമില്ലാത്തൊരു പുണ്യജന്മം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് നിങ്ങളെ കാണിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ഹാപ്പിനെസ്സിൻ്റെയൊക്കെ എക്സ്ട്രീം പീക്ക് എന്നൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഞാനിപ്പം എന്താ പറയുക, അമ്മ, അല്ലെങ്കിൽ അമ്മ എന്നല്ല, അമ്മ തിരുമനസ് തമ്പുരാട്ടി നമ്മളടുത്ത് സംസാരിച്ച കുറച്ച് കാര്യമുണ്ട്. അമ്മ തിരുമനസിൻ്റെ പുതിയൊരു ബുക്കുണ്ട്, പുതിയതല്ല, ഇറങ്ങിയിട്ടായി കുറച്ചായി. പേര് ഹിസ്റ്ററി ലിബറേറ്റഡ് ആണ്, അതായത് ചരിത്രം വെളിച്ചത്തിലേക്ക്, ശ്രീ ചിത്രഗാഥ എന്ന് പറഞ്ഞിട്ട്. അമ്മ തിരുമനസ് തന്നെ ആ ബുക്കിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയുന്ന കേൾക്കാം. ചിത്രരുമാരുടെ അനുഗ്രഹം തന്നെയാണ്, എല്ലാം പൊന്നമ്മാൻ തന്നെയാണ്, എല്ലാം, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പൊന്നമ്മാവിനെ പറ്റി ഒരു എഴുതണമെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ അറിഞ്ഞു. എന്തെഴുതണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ മുമ്പോട്ട് പോകണം, എന്തെല്ലാം ഉൾപ്പെടുത്തണം, എന്തെല്ലാം ഉൾപ്പെടുത്തണ്ട, എങ്ങനെ സമാപിക്കണം, ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യണം, പത്മനാഭസ്വാമിയിലൊക്കെ തന്നെ തിരിച്ച് പ്രാർത്ഥിച്ചു. ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് ഒരക്ഷരം പോലും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹമാണ്. പക്ഷെ ഇവിടെ അനുഗ്രഹം മാത്രം പോരാ, ഈ പുസ്തകം എഴുതണമെങ്കിൽ സ്വാമിയുടെ അനുഗ്രഹം മാത്രം പോരാ. നീ വരിക, എൻ്റെ കൈ പിടിച്ച് എന്നെ കൊണ്ട് എഴുതിക്കണം, അല്ലാതെ എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ. ശരിക്കും ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ കൈ പിടിച്ചെഴുതിച്ച പത്മനാഭസ്വാമി തന്നെയാണ്. രാവിലെ പേപ്പർ എടുത്ത് എനിക്ക് കമ്പ്യൂട്ടറൊന്നും അറിഞ്ഞൂടാ, പിന്നെ പുതിയ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. കൈയെഴുത്താണ്. ഈ കൈയെഴുത്ത് എഴുതി പിന്നെ അതിനെ രണ്ടാമത് രാവിലെ അല്ലെങ്കിൽ പുസ്തകം എടുത്ത് അല്ലെങ്കിൽ പേപ്പർ എടുത്ത് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകണമെന്നൊന്നും വലിയ പിടിയൊന്നും അങ്ങനെ പൊക്കൊണ്ട് ഒഴുകുകയാണ്, ചാണപൊട്ടി ഒഴുകുന്ന പോലെ ഇങ്ങനെ. രാത്രി 2 മണി 2:30 മണിക്കൊക്കെ ഞാനിരുന്ന് എഴുതിയിട്ടുണ്ട്. നിർത്താൻ പറ്റുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൈപിടിച്ചെഴുതിക്കുകയാണെന്നുള്ള യാതൊരു സംശയമില്ല. എന്നെ കൊണ്ട് ഇങ്ങനെ ബുക്ക് എഴുതാൻ ഒക്കില്ല. ഞാൻ തന്നെ അതിശയിക്കുകയാണ് എടുത്ത് നോക്കുമ്പോൾ, ഞാനാണോ എഴുതിയത്? അപ്പോൾ പറഞ്ഞാൽ അല്ല, വിചാരിക്കുകയാണ്, അല്ല, ഞാനല്ല എഴുതിയത്, എന്നെ കൊണ്ട് എഴുതിച്ചതാണ് ഭഗവാൻ. പിന്നെ അത് വേറൊരു പ്രശ്നമുള്ളത്, ഈ ബുക്കിൽ ഒന്ന്, സാധാരണ ഒരാൾ പുസ്തകം വാങ്ങിക്കുമ്പോൾ പേപ്പറും പ്രിൻറ്റേഴ്സ് ഇങ്കും പടങ്ങളും ഒക്കെ കാണും. പക്ഷെ എല്ലായിടത്തുമല്ല, ചില ഭാഗങ്ങളിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുനീരാണ്, അത് രക്തമാണ്. ചിത്രങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഹൃദയം തകർന്നാണ് എഴുതിയത്. അതെനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു പ്രൂഫ് റീഡിങ് ഇപ്പം തകർന്നു പോവുകയാണ് അത് വായിക്കുമ്പോൾ. അതുകൊണ്ട് അവസാനത്തെ ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ താങ്ങാനാവാത്ത ദുഃഖമാണ്. തമ്പുരാട്ടിയുടെ അതിഥി സൽക്കാരം നമുക്കൊരിക്കലും എന്താ പറയുക, വിവരിക്കാൻ പറ്റാത്തതിൻ്റെ അതീതമാണ്. അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് കൊട്ടാരത്തെ പറ്റിയും കൊട്ടാരത്തിൻ്റെ ഓരോ മുക്കും മൂലയും തമ്പുരാട്ടി നമ്മളെ കാണിച്ചു തന്നു, ലിഫ്റ്റ് കാണിച്ചു തന്നു. അമ്മ മഹാറാണി 90 years ബർത്ത്ഡേ ആണ്. ആരൊക്കെ വന്ന് ഈ റോസാപ്പൂ കാലിക്കൊണ്ടുവന്നിട്ട് അതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കൊട്ടാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ആളെ കൊണ്ട് നമുക്ക് ഈ മുറിയും ഈ ലിഫ്റ്റൊക്കെ കാണിച്ചു തരേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമ്മ തമ്പുരാട്ടി എന്താ പറയുക, തമ്പുരാട്ടി തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ, ഓരോരോ കുളച്ചെടുത്ത സമയത്ത് ഉപയോഗിച്ച വാളും പരിചയം ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. ഫൈനലി എനിക്ക് എന്താ പറയുക, അമ്മ തമ്പുരാട്ടി ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ അതിൻ്റെ ഒരു പതിപ്പ് എനിക്ക് തന്നു. ജീവിതത്തിലെ എന്താ പറയുക, മാനിഫെസ്റ്റിംഗ് സക്സസ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കുന്നത്. മാനിഫെസ്റ്റിംഗ് സക്സസ്, അതെ, ഇതും ഒരു മാനിഫെസ്റ്റിംഗ് സക്സസിൻ്റെ ഭാഗമായിരുന്നു.
എന്താ പറയുക, അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹം, ഒരു 8-9 വർഷത്തിൻ്റെ ആഗ്രഹം സബലീകരിച്ച ദിവസം കൊട്ടാരം കാണാനും കൊട്ടാരത്തിൻ്റെ ചരിത്രം നമുക്ക് നേരിട്ട് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിൽ നിന്നും അറിയാനൊക്കെ സാധിച്ചത് വളരെ വളരെ വളരെയധികം എന്നെ എക്സൈറ്റഡ് ആക്കി. ആൻഡ് എനിക്ക് ഇവിടുന്ന് മഞ്ചാടിക്കുരു കിട്ടി കേട്ടോ. ഈ മഞ്ചാടിക്കുരു ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഞാനുള്ളിടത്തോളം കാലം ഈ മഞ്ചാടിക്കുരുവും ഈ ബുക്കും ഒക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പഞ്ചവടി സന്ദർശിച്ചു. ഇവിടെയാണ് ശ്രീ ചിത്തിര തിരുനാൾ തിരുമനസിനെ അടക്കിയിരിക്കുന്നത്. എന്താ പറയുക, ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ഞാൻ തിരിച്ച് കൊട്ടാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇറങ്ങുവാണ്. ഈ കൊട്ടാരം ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നോട് തന്നെ. കാരണം എനിക്ക് എന്നോട് തന്നെ നന്ദി ഒരുപാട് പറയാനുണ്ട്. കാരണം ഇതൊന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇതൊന്നും വെറുതെ ആഗ്രഹിച്ച് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ ഞാൻ എന്നോട് തന്നെ എന്നെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ പിക്ചർ കണ്ടോ, ഇതൊക്കെ ഒരു സ്വപ്നം ഞാൻ കണ്ടിരുന്ന് ഇങ്ങനെയൊക്കെ നടക്കും, തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് വാങ്ങിക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെയുള്ളൊരു സ്വപ്നമായിരുന്നു. പക്ഷെ അതൊക്കെ ഇന്നൊരു ദിവസം സാക്ഷാത്കരിച്ച്. ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ ബൈ.